രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നാരായണീയമാണ്, 29ാം എപ്പിസോഡാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നാരായണീയം 3ാമത്തെ ദശകം 9ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ഇതിനു മുമ്പുള്ളത് നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് കിട്ടുന്നതാണ്. അതേ കണക്ക് പിന്നെ നമ്മുടെ ചാനലിനകത്ത് ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലമുണ്ട്. നിങ്ങളത് കേൾക്കുക. ജ്യോതിഷപരമായ എന്ത് സംശയത്തിനും എന്നെ വിളിക്കാൻ 9645333999. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അതേ കണക്ക് തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതുണ്ട്. അപ്പോൾ പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ജനുവരി മാസത്തിൽ ജനിച്ചവരുടെയൊക്കെ ഫലം ഇട്ടിട്ടുണ്ടോ? ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്. ജനുവരി മുതൽ ഡിസംബർ വരെ ജനിച്ചിട്ടുള്ളവരുടെ ഫലം ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങൾ പ്ലേലിസ്റ്റ് എടുക്കുക. പ്ലേലിസ്റ്റ് എടുത്തിട്ട് നിങ്ങൾ അതിനകത്ത് അഷ്ടാവക്ര ഗീത നിശ്ചയമായും കേൾക്കണേ. ഹിന്ദുക്കൾ അറിയേണ്ടവ കേൾക്കണം. ഒരിടത്തൊരിടത്തൊരച്ഛനുണ്ടായിരുന്നു എന്ന വീഡിയോയും അച്ഛാ പ്ലീസ് മകളെ ഒന്ന് കെട്ടിപ്പിടിക്കൂ, ഇത് നിർബന്ധമായും നിങ്ങൾ കാണണം. അതേ കണക്ക് കടുത്ത കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായ എന്നൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഭക്തവീരയുടെ വീഡിയോ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുമല്ലോ. അപ്പോൾ രാധേ രാധേ എന്ന ചാനൽ നാരായണീയം പഠിക്കാനായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതേ കണക്ക് എന്നോട് എല്ലാവരും പറയുന്നുണ്ട്, സാറേ ഈ നാരായണീയം ഞങ്ങൾ കാണാതെ പഠിച്ചു ചൊല്ലണോ? ഒന്നിൻ്റെ ആവശ്യമില്ല. ഒരു പുസ്തകം വാങ്ങിക്കുക,
പുസ്തകം എല്ലായിടവും കിട്ടും. നാരായണീയം ശ്ലോകം എടുത്ത് നിങ്ങളങ്ങ് ചൊല്ലിയാൽ മതി. ഇനി അല്ല, നിങ്ങൾക്ക് അക്ഷരമറിയാൻ വയ്യാത്തവരാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാരായണീയം വീട്ടിൽ വായിക്കാൻ സമയം കിട്ടാത്തവരാണ്, നിസ്കാരമില്ല, ഇതിങ്ങനെ കേട്ടാൽ മതി. നാരായണീയം ശ്ലോകം ഞാൻ പറയുന്നത് കേൾക്കുക, അതിൻ്റെ വ്യാഖ്യാനം എങ്ങനെ ലയിച്ചിരുന്ന് കേൾക്കുക. ഞാൻ ഭഗവാന്റെ ആ വ്യാഖ്യാനങ്ങളൊക്കെ വർണ്ണിക്കുമ്പോൾ ആ ഭഗവാൻ ഇങ്ങനെ മുമ്പിൽ നിൽക്കണതായിട്ട് അങ്ങോട്ട് സങ്കല്പിക്കുക. മതി, ധാരാളം മതി. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായേ സ്വാഹ. ഓം നമോ നാരായണായ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണി കി ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ ഇന്നത്തെ നാരായണീയം 3-ാം ദശകം 9-ാമത്തെ ശ്ലോകം നമ്മുടെ ദക്ഷാജിതിൽ നിങ്ങൾക്ക് സുപരിചിതയാണ്. സുപരിചിതയായ ദക്ഷാജിതിൽ എന്ന മോള് പാടിത്തരുന്നത് കേൾക്കൂ. അതിനുശേഷം ഞാൻ ഈ ശ്ലോകം നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും. മരുദ്ഗേഹാദീശത്വൈ ഖലു പരാഞ്ജോ അഭിസുഖിനോ ഭവത് സ്നേഹി സോഹം സുബഹു പരിതപ്യേ ച കിമിതം അകീർത്തിസ്തേ മാ ബുദ്ധ്വരദ ഗദഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തംസം ജഡിതി കുരുമാം കംസദമന. അപ്പോൾ നമുക്ക് തുടങ്ങാം. ശ്രദ്ധിച്ചു കേട്ടോണം. മരുദ്ഗേഹാധീശത്വയി ഖലു പരാഞ്ചോബി സുഖിനോ ഭവത് സ്നേഹി സോ അഹം സുബഹു പരിതപ്യേച്ച കിമിതം അകീർത്തിസ്തേ മാ ഭൂധ്വരദ ഗദഭാരം പ്രശമയൻ ഭവത് ഭക്തോത്തംസം ചടിതി കുരുമാം കംസദമന. അപ്പോൾ അർത്ഥങ്ങൾ എഴുതി തുടങ്ങിക്കോളൂ. നിങ്ങൾ എഴുതിക്കോ. മരുദ്ഗേഹാധീശ. മരുദ്ഗേഹാധീശ അർത്ഥം ഗുരുവായൂരപ്പ. ഗുരുവായൂരപ്പ. ബ്രാക്കറ്റിൽ ഒരർത്ഥവും എഴുതിയോ. ശരീരത്തിന് അധിപനായുള്ള അല്ലയോ വിഷ്ണു ഭഗവാനെ. അങ്ങനെയും കൂടെ ഒരു അർത്ഥമുണ്ട്. ശരീരത്തിന് അധിപനായുള്ള അല്ലയോ വിഷ്ണു ഭഗവാനെ. ത്വയി അങ്ങയോട്. ത്വയി അങ്ങയോട്. പരാഞ്ചോബി പിരിച്ചെഴുതിക്കോ. പരാഞ്ച അധികം അഭി എന്ന് പറഞ്ഞാൽ താല്പര്യമില്ലാത്തവർ എന്നർത്ഥം. താല്പര്യമില്ലാത്തവർ, വിമുഖന്മാർ, താല്പര്യമില്ലാത്തവർ പോലും. സുഖിനോ സുഖമായിരിക്കുന്നു. ഭവത് സ്നേഹി. ഭവത് സ്നേഹി അങ്ങയോട് സ്നേഹമുള്ള. ഭവത് സ്നേഹി അങ്ങയോട് സ്നേഹമുള്ള. സോ അഹം ഈ ഞാൻ. അങ്ങയോട് സ്നേഹമുള്ള ഈ ഞാൻ. സുബഹു പരിതപ്യേ. സുബഹു പരിതപ്യേ വളരെ ദുഃഖിക്കുന്നു. വളരെ ദുഃഖിക്കുന്നു. കിമിതം. കിമിതം. കിം അധികം ഇതം. ഇതെന്തുകൊണ്ട്. കിമിതം ഇതെന്തുകൊണ്ട്. അകീർത്തിസ്തേ. അകീർത്തി ദുഷ്കീർത്തി. ദുഷ്കീർത്തി. അടുത്തത് മാ ഭൂധ്വരത. മാ ഭൂധ്വരത അർത്ഥം ഉണ്ടാകരുത്. ഉണ്ടാകരുത്. ഗദഭാരം അർത്ഥം രോഗഭയം. ഗദഭാരം രോഗഭയം. പ്രശമയൻ. പ്രശമയൻ ഇല്ലാതാക്കി. പ്രശമയൻ ഇല്ലാതാക്കി. ഭവത്. ഭവത് അങ്ങയുടെ. 4-ാമത്തെ വരിയാണ്. അങ്ങയുടെ. ഭക്തോത്തംസം ഉത്തമ ഭക്തനായി.
ഭക്തോത്തംസം എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഉത്തമ ഭക്തനായി. ജഡിതി, ജഡിതി പെട്ടെന്ന്. കുരു തീർക്കണം. മാം എൻ്റെ. കംസമദന, കംസനെ കൊന്നവനെ. കംസമദന, കംസനെ കൊന്നവനെ. അപ്പൊ മൊത്തത്തിൽ ഇതിൻ്റെ അർത്ഥം പറഞ്ഞു തരാം. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയോട് താല്പര്യമില്ലാത്തവര് പോലും സുഖമായി ജീവിക്കുന്നു. അങ്ങയുടെ ഭക്തനായ ഈ ഞാനാകട്ടെ കഷ്ടപ്പെടുകയും ചെയ്യുന്നു. മനസ്സിലായ? അപ്പൊ ഗുരുവായൂരപ്പനോട് കവി പറയുകയാണ്, ഗുരുവായൂരപ്പ, അങ്ങയോട് ഒരു താല്പര്യവുമില്ലാത്തവര് പോലും, അങ്ങയെ മാനിക്കാത്തവര് പോലും വളരെ സുഖമായി കഴിയുന്നു. ആ സമയത്താണ് അങ്ങയുടെ ഭക്തനായ ഞാൻ ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇതെന്തുകൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെ സംഭവിക്കുന്നത്? നമ്മളിൽ പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. നിരീശ്വരവാദികൾ പോലും ആഹ്ലാദത്തിൽ നടക്കുമ്പോൾ ഭഗവാന്റെ ഭക്തന്മാരായിട്ടുള്ളവർ കഷ്ടപ്പെടുന്നു. എന്തുകൊണ്ടാണ്? ഈ ചോദ്യമാണ് ഭട്ടതിരിപ്പാട് ഭഗവാനോട് ചോദിക്കുന്നത്. എന്നിട്ട് ഭട്ടതിരിപ്പാട് പറയുകയാണ്, കംസനെ കൊന്നവനാണങ്ങ്, വരങ്ങൾ വാരിക്കോരി നൽകുന്നവനാണങ്ങ്. അങ്ങനെയുള്ള അല്ലയോ ജഗദീശ്വര ഗുരുവായൂരപ്പ, എന്നെ കഷ്ടപ്പെടുത്തുന്നതിലൂടെ അങ്ങേക്ക് ദുഷ്പേരുണ്ടാകരുത്. ഭട്ടതിരിപ്പാട് പറയുന്നത് അതാണ്. വരങ്ങൾ വാരിക്കോരി കൊടുക്കുന്നവനാണ് ഗുരുവായൂരപ്പൻ. കംസനെ കൊന്ന് ശത്രുനിഗ്രഹം വരുത്തിയവനാണ്. അങ്ങയോട് താല്പര്യമില്ലാത്തവർ പോലും സുഖമായി ജീവിക്കുമ്പോൾ അങ്ങയുടെ ഭക്തനായ ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോൾ അങ്ങേക്ക് ദുഷ്പേരുണ്ടാകും. ആളുകൾ പറയുമോ, ആ ഗുരുവായൂരപ്പ ഭക്തൻ കിടന്ന് അനുഭവിക്കുന്നത് കണ്ട, അപ്പൊ ഗുരുവായൂരപ്പന് വലിയ ശക്തിയൊന്നും ഇല്ലെന്നേ. ഇങ്ങനെ ആളുകൾ പറയുമ്പോൾ അങ്ങേക്കല്ലേ അതിൻ്റെ ദുഷ്കീർത്തി, ദുഷ്പേരുണ്ടാകുന്നത്. അതുകൊണ്ട് എൻ്റെ രോഗമെല്ലാം പരിപൂർണമായി ഇല്ലാതാക്കി എത്രയും പെട്ടെന്ന് എന്നെ അങ്ങയുടെ ഭക്തന്മാരിൽ ഒന്നാമനാക്കി മാറ്റിത്തരണം ഭഗവാനെ. അപ്പോൾ ഭട്ടതിരിപ്പാട് ഈ കവിതയിലൂടെ പറയുന്ന മനസ്സിലായല്ലോ. ഗുരുവായൂരപ്പനോട് ഒരു താല്പര്യവും ഇല്ലാത്തവരും സുഖമായി കഴിയുന്നു. ഗുരുവായൂരപ്പനോട് താല്പര്യമുള്ള ഭട്ടതിരിപ്പാടാകട്ടെ കഷ്ടപ്പെടുന്നു രോഗം കൊണ്ട്. മറ്റുള്ളവർക്ക് വരങ്ങൾ വാരിക്കോരി കൊടുക്കുന്നവനാണ് ഭഗവാൻ. കംസനെ വധിച്ചവനുമാണ് ഭഗവാൻ. ഭഗവാനെ, എൻ്റെ രോഗം മാറ്റി തന്നില്ലെങ്കിൽ ആളുകൾ പറയും, കണ്ടില്ലേ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ ഉത്തമ ഭക്തനായിട്ടും കഷ്ടപ്പെടുന്നത്. അപ്പൊ ഗുരുവായൂരപ്പന് വലിയ ശക്തിയില്ലെന്നേ. അപ്പൊ അങ്ങേക്കാണ് ദുഷ്പേര് വരുന്നത്. ആ ദുഷ്പേര് മാറ്റാൻ വേണ്ടി എൻ്റെ രോഗം മാറ്റി, അങ്ങ് എൻ്റെ രോഗം മാറ്റി തന്നാൽ പിന്നെ അങ്ങയുടെ തൃപ്പാദങ്ങളിൽ അടിയറവ് പറയുന്നു. അങ്ങനെ അങ്ങയുടെ ഭക്തന്മാരിൽ എന്നെ ഒന്നാമനാക്കി തരണേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇനി നമുക്ക് ഒന്നാമത്തെ വരി നോക്കാം. ശ്രദ്ധിച്ചേട്ടെ. ആദ്യത്തെ വരി, മരുദ്ഗേഹാധീശത്വയി ഖലു പരാഞ്ചോ അഭിസുഖീനോ. മരുദ്ഗേഹാധീശ ഗുരുവായൂരപ്പ, ത്വയി അങ്ങയോട്, പരാഞ്ചോ അഭി താല്പര്യമില്ലാത്തവര് പോലും, വിമുഖരായിട്ടുള്ളവര് പോലും, സുഖിനോ ഭവന്തു. ഇല്ലേ? എന്താണ് സുഖിനോ എന്ന് പറഞ്ഞാൽ? സുഖിനോ എന്ന് പറഞ്ഞാൽ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഒന്നാമത്തെ വരിയിൽ കവി പറയുകയാണ്, അല്ലയോ എൻ്റെ പൊന്നു ഗുരുവായൂരപ്പ, അങ്ങയെ സ്നേഹിക്കാത്തവര് പോലും സുഖമായിട്ട് ജീവിക്കുന്നു. അങ്ങയോട് വിദ്വേഷം കാണിക്കുന്നവർക്ക് പോലും അങ്ങ് മോക്ഷം വരെ കൊടുക്കുന്നു. അങ്ങയോട് ഒരു താല്പര്യവും ഇല്ലാത്തവർക്ക് സുഖം കിട്ടുന്നു. അങ്ങയോട് അങ്ങേയറ്റം വെറുപ്പും വിരോധവും ഉള്ളവർക്ക് മോക്ഷം വരെ അങ്ങ് കൊടുക്കുന്നു. ഭഗവാനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്തവരും ഭഗവാനെ ഒന്ന് ദർശിക്കുകയോ അമ്പലത്തിൽ പോയി ഭഗവാന്റെ വിഗ്രഹം ഒന്ന് കാണുകയോ ഭഗവാന്റെ കഥകൾ കേൾക്കുകയോ ചെയ്യാത്ത എത്രയോ പേര് കൃഷ്ണ ഗുരുവായൂരപ്പ സുഖമായിട്ടിരിക്കുന്നു. ഇല്ലേ? ഭഗവാനെക്കുറിച്ച് ഒരിക്കലും ചിന്തിക്കാത്തവരുണ്ട്. അമ്പലത്തിൽ പോയി ഭഗവാന്റെ വിഗ്രഹം കാണാത്തവരുണ്ട്. ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ എനിക്കതൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞു പോകുന്നവരുമുണ്ട്. അങ്ങനെ ഉള്ളവർ വരെ
ഭഗവാനെ സുഖമായി കഴിയുന്നു. ഇവിടെ ശരിക്കും ഈ ശ്ലോകം എഴുതുന്നതിന് മുമ്പ് ഭട്ടതിരിപ്പാടിന് ശരീരവേദന കൂടിക്കാണാം. കഠിനമായ വേദന അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഒരു നിമിഷം ഭട്ടതിരിപ്പാട് വല്ലാതെ പതറിപ്പോയിട്ടുണ്ട്. ആ സമയത്ത് തത്വങ്ങളെല്ലാം മറന്നിട്ട്, അതുകൊണ്ടാണ് ഭട്ടതിരിപ്പാട് മരുദ്ഗേഹാധീശ എന്ന് സംബോധന ചെയ്തത്. അതിൻ്റെ അർത്ഥം തന്നെ ശരീരത്തിന് അധിപനായിട്ടുള്ള അല്ലയോ വിഷ്ണു ഭഗവാനെ, ഈ ശരീരത്തിൻ്റെ ഉടമസ്ഥൻ അങ്ങാണല്ലോ. ആ പതർച്ചയിൽ നിന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ അധിപൻ ഗുരുവായൂരപ്പനാണ്. എൻ്റെ ശരീരത്തിൻ്റെ അധിപൻ ഗുരുവായൂരപ്പനാകുമ്പോൾ സാധാരണഗതിയിൽ എനിക്കൊരു രോഗവും എന്താണ് വരേണ്ടത് അല്ല. എൻ്റെ ശരീരത്തിൻ്റെ അധിപൻ ഗുരുവായൂരപ്പനായി ഇരിക്കുമ്പോൾ ആ ശരീരത്തിലേക്ക് കയറാൻ ഏത് രോഗമാണ് ധൈര്യം കാണിക്കുന്നത്? പക്ഷേ ഗുരുവായൂരപ്പ, അങ്ങ് എൻ്റെ ശരീരത്തിൻ്റെ അധിപനായി ഇരുന്നിട്ട് പോലും രോഗം എന്നെ ശരീരത്തിൽ കയറി എന്നെ വല്ലാതെ വലയ്ക്കുകയാണ്, രക്ഷപ്പെടുത്തണേ എന്ന് ഭട്ടതിരിപ്പാട് വിലപിക്കുകയാണ്. വലിയ തത്വശാസ്ത്രങ്ങൾ അറിയാവുന്ന ആളാണ് ഭട്ടതിരിപ്പാട്. രോഗങ്ങളൊക്കെ വരുന്നതിന് ഇന്ന കാരണമുണ്ടെന്നും അറിയാവുന്നവനാണ്. പക്ഷേ ഏതൊരു മനുഷ്യനും അവൻ്റെ ശരീരം രോഗം കൊണ്ട് വലയുമ്പോൾ എല്ലാ തത്വശാസ്ത്രങ്ങളും മറന്നു പോകുമെന്നതിൻ്റെ തെളിവാണ് ഭട്ടതിരിപ്പാടിൻ്റെ ഈ വിലാപം. എന്നിട്ട് ഭട്ടതിരിപ്പാട് പറയുന്നു, നിന്നെ കൊല്ലാൻ കാത്തിരിക്കുന്നവർക്ക് പോലും മോക്ഷം കൊടുക്കുന്നു. ഇല്ലേ കംസൻ ഭഗവാനെ കൊല്ലാനും, ഭഗവാൻ കംസന്റെ, അതായത് ഏറ്റവും വലിയ ശത്രു കൃഷ്ണൻ, ജനിച്ചപ്പോൾ തൊട്ടേ കൃഷ്ണന്റെ ശത്രു കംസനാണ്, കംസന്റെ ശത്രു കൃഷ്ണനാണ്. എങ്ങനെ കൃഷ്ണനെ കൊല്ലാം. കൃഷ്ണനെ കൊല്ലുന്നതിന് വേണ്ടി നിരവധി കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കിയവനാണ് കംസൻ. ആ കംസന് പോലും മോക്ഷം കൊടുത്തു കളഞ്ഞു ഭഗവാൻ. ആലോചിച്ചു നോക്കെ, കൃഷ്ണൻ ജനിച്ച സമയം തൊട്ട് കൈ കിട്ടിയ തട്ടണമെന്ന് പറഞ്ഞ് കൃഷ്ണൻ എവിടെയുണ്ടെന്ന് അന്വേഷിച്ച് സംശയം തോന്നിയ സകല കുഞ്ഞുങ്ങളെയും കൊന്നു പോയ സാക്ഷാൽ കംസൻ. ആ കംസന് പോലും ഭഗവാൻ എന്ത് കൊടുത്തു? മോക്ഷം കൊടുത്തു. പിന്നെ എൻ്റെ കാര്യം, എൻ്റെ ഭഗവാനേ, എൻ്റെ ശരീരത്തിൻ്റെ അധിപാ, നീ എൻ്റെ ദേഹത്തിരുന്നിട്ടും ഈ രോഗങ്ങളൊക്കെ കയറി എന്നെ ആക്രമിക്കുന്നത് കാണുന്നില്ലേ എന്ന് വല്ലാതെ പരിഭവം പറയുകയാണ് ഒന്നാമത്തെ വരിയിലൂടെ ഭട്ടതിരിപ്പാട്. ഇനി നമുക്ക് രണ്ടാമത്തെ വരിയിലേക്ക് കിടക്കാം. ഭവത് സ്നേഹി സോ അഹം സുബഹു പരിതപ്യേച്ച കിമിതം. ഭവത് സ്നേഹി, അങ്ങയോട് സ്നേഹമുള്ള, സോ അഹം, ഈ ഞാൻ, സുബഹു പരിതപ്യേ, വളരെയധികം ദുഃഖിക്കുന്നു. കിമിതം, ഇതെന്തുകൊണ്ട്? കിം അധികം ഇതമാണ് കിമിതം, ഇതെന്തുകൊണ്ട്? അതായത് രണ്ടാമത്തെ വരിയിൽ ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഭഗവാനെ ഗുരുവായൂരപ്പ, അങ്ങയോട് വിരോധമുള്ളവർക്ക് പോലും സുഖം നൽകുന്ന ആളാണ് അങ്ങ്. അപ്പോൾ പിന്നെ സ്നേഹിക്കുന്നവർക്ക് അങ്ങ് എന്തുമാത്രം സുഖമാണ് കൊടുക്കേണ്ടത്, അല്ലേ? സ്വന്തം ശത്രുവിനെ പോലും സ്നേഹിക്കുന്ന ആളാണ് ആരെന്ന് പറയുന്നത്? സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്നത്. അപ്പോൾ തന്നോട് വിരോധമുള്ളവരെയും തന്നെ അപമാനിക്കുന്നവരെയും പോലും, അവർക്ക് പോലും സുഖം നൽകുന്ന ആളാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങ് ഈ എന്നെ എന്തിനാ ഭഗവാനെ ഇങ്ങനെ ഇട്ട് ദുഃഖിപ്പിക്കുന്നത്? എനിക്കെന്തിനാണ് ഈ ശരീരക്ലേശങ്ങൾ നൽകുന്നത്? സ്നേഹിക്കുന്നവർക്ക് അനുഗ്രഹം വാരിക്കോരി കൊടുക്കുന്നവനെ, എന്നെ എന്തുകൊണ്ടാണ് അങ്ങ് കണ്ടില്ല എന്ന് നടിക്കുന്നത്? അങ്ങനെ ഭട്ടതിരിപ്പാട് പരിഭവത്തിൻ്റെ ഒരു കെട്ടഴിക്കുകയാണ്, ഇല്ലേ? അപ്പോൾ ഒത്തിരി സ്നേഹിക്കുന്നവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന കുസൃതി അവസാനിപ്പിക്കണേ എൻ്റെ പൊന്നു ഭഗവാനേ എന്നാണ് പ്രാർത്ഥന. ഭഗവാൻ ഗുരുവായൂരപ്പൻ കുസൃതിയാണ്, മഹാകുസൃതിയാണ്.
അതുകൊണ്ടല്ലേ കുസൃതിക്കണ്ണ എന്ന പേര് വിളിക്കുന്നത്. ഭഗവാനെ കുസൃതിക്കണ്ണ, കള്ളക്കണ്ണ എന്നല്ലേ വിളിക്കുന്നത്. അപ്പോൾ ഭഗവാനെ ഈ കുസൃതി മതി, അടിയന് വയ്യ ഭഗവാനെ, അടിയൻ ശരീരക്ലേശം കൊണ്ട് പൊറുതിമുട്ടുകയാണ് ഭഗവാനെ, ഞാൻ തോറ്റുപോയി, ഇനി എന്നെ പരീക്ഷിക്കല്ലേ എന്നാണ് അഭ്യർത്ഥന. ഇത് ശരിക്കും ഭട്ടതിരിപ്പാടിൻ്റെ മാത്രം അഭ്യർത്ഥനയല്ല, കൃഷ്ണഭക്തരായ ഓരോ സാധാരണക്കാരൻ്റെയും പരിഭവമാണിത്. കാരണം ഭഗവാൻ എന്തു ചെയ്യും, നമ്മളെ ഇട്ടങ്ങ് കഷ്ടപ്പെടുത്തും ചില സമയത്ത്. അപ്പം നമ്മൾ പറയും ഭഗവാൻ നമ്മളെ പരീക്ഷിക്കുകയാണെന്നൊക്കെ പറയും. അപ്പം നിങ്ങളിലെ ഞാനെന്ന ഭാവം മാറി എപ്പോഴാണോ ഭഗവാന്റെ അടുത്ത് സറണ്ടർ ആകുന്നത്, അപ്പോഴാണ് ഭഗവാൻ നിങ്ങൾക്ക് സുഖം നൽകുന്നത്. നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഭഗവാനെ എതിർക്കുന്നവർക്ക് ഭഗവാൻ സുഖം നൽകാറുണ്ട്. അതെന്തുകൊണ്ട്? അവരെതിർക്കുന്നവരാണ്. അവൻ സുഖം കൊടുക്കും, ആ സുഖത്തിനകത്ത് അവനങ്ങ് മുഴുകും. എന്നിട്ട് പുനർജന്മചക്രത്തിൽ കിടന്നവൻ കറങ്ങി കറങ്ങി നട്ടം തിരിയും. പക്ഷെ തന്നെ സ്നേഹിക്കുന്നവർക്ക് അത് പറ്റില്ല. തന്നെ സ്നേഹിക്കുന്നവൻ്റെ ഞാൻ എന്ന ഭാവം കളയണം. അത് പൂർണ്ണമായി കളഞ്ഞു കഴിയുമ്പോഴാണ് അവന് തോറ്റു എന്ന് സമ്മതിക്കാൻ തോന്നുന്നത്. അപ്പോഴും മാത്രമേ ഗുരുവായൂരപ്പൻ തന്നെ സ്നേഹിക്കുന്നവരെ അനുഗ്രഹിക്കൂ. മനസ്സിലായില്ലേ? വിരോധിക്കുന്നവനെല്ലാം കൊടുക്കും, കാരണം അവൻ ആ സുഖത്തിൽ മതിമറന്ന് അവൻ്റെ ജീവിതം നശിച്ച്. പക്ഷേ സ്നേഹിക്കുന്നവരങ്ങനെയല്ല. അതുകൊണ്ട് നിങ്ങളുടെ ഞാൻ എന്ന ഭാവം മാറ്റി നിങ്ങൾ ഭഗവാന്റെ മുന്നിൽ തോക്കണം. ഇനി എനിക്ക് വയ്യ, ഞാൻ തോറ്റുപോയി, എൻ്റെ ബന്ധുക്കളും എന്നെ സഹായിക്കില്ല, ആരും സഹായിക്കില്ല ഭഗവാനെ, ഞാൻ തോറ്റു വന്ന് നിൽക്കുകയാണ്, എന്നെ നീ രക്ഷിക്കണേ എന്ന് പറയണം. അതുകൊണ്ടായിരിക്കാം എസ് രമേശൻ നായർ എഴുതിയത്, രാവിലെ അവിടുന്നു ഭട്ടേരിപ്പാടിൻ്റെ വാദം ചികിത്സിക്കാൻ പോകുന്നു, നാരായണീയമാം ദക്ഷിണയും വാങ്ങി നേരെ മധുരയ്ക്കു മടങ്ങുന്നു. ജീവിതഭാഷ കാവ്യത്തിൽ പിഴയുമായി പൂന്താനം പോലെ ഞാനിരിക്കുന്നു. കൃഷ്ണ കൃഷ്ണ തോറ്റു ഞാൻ ഭഗവാനെ, കൃഷ്ണ തോറ്റു ഞാൻ, തോറ്റു ഞാൻ, തോറ്റു ഞാൻ, തോറ്റു ഞാൻ ഭഗവാനെ. ഇനി നമുക്ക് മൂന്നാമത്തെ വരിയിലേക്ക് കടക്കാം. എന്താണ് മൂന്നാമത്തെ വരി? അകീർത്തിസ്തേ മാ ഭൂധ്വര ഗതഭാരം പ്രശമയൻ. അകീർത്തിസ്തേ, അകീർത്തിസ്തേ ദുഷ്കീർത്തി, ദുഷ്കീർത്തി ഉണ്ടാകും അങ്ങയാക്ക്, മോശപ്പെട്ട അതായത് പേരുദോഷമുണ്ടാകും. മാ ഭൂധ്വരത, മാ അരുത്, ഭൂധ്വരത ഉണ്ടാകരുത്, ഗതഭാരം രോഗഭാരം പ്രശമയൻ ഇല്ലാതാക്കൂ. അതായത് മൂന്നാമത്തെ വരിയുടെ അർത്ഥം എന്താണ്? മൂന്നാമത്തെ വരി പറയുന്നത്, എൻ്റെ രോഗം ഇല്ലാതാക്കിയില്ലെങ്കിൽ ഭഗവാനെ എനിക്കല്ല പ്രശ്നം, അങ്ങേക്കാണ് പേരുദോഷം ഉണ്ടാകുന്നത്. അതാ ഭട്ടതിരിപ്പാട് പറയുന്നത്. എൻ്റെ രോഗം ഇല്ലാതാക്കിയില്ലെങ്കിൽ കൃഷ്ണ ഗുരുവായൂരപ്പ എനിക്കല്ല പ്രശ്നം, അങ്ങേക്കാണ്. അങ്ങേക്ക് പേരുദോഷം ഉണ്ടാകും. കാരണം അങ്ങയെ പൂജിക്കാത്തവർ പോലും സുഖമായിട്ട് അങ്ങനെ വാഴുമ്പം അങ്ങയുടെ ഒരു കഠിന ഭക്തൻ നാരായണീയം എന്ന ശ്ലോകം, ആ ശ്ലോകം സമർപ്പിക്കുന്ന ഭക്തൻ ഭട്ടതിരിപ്പാട് മാത്രം രോഗങ്ങൾ കൊണ്ടങ്ങോട്ട് വലയും. അങ്ങനെ രോഗങ്ങൾ കൊണ്ടങ്ങോട്ട് വലഞ്ഞു കഴിയുമ്പം മറ്റുള്ളവർ പറയും, ഭഗവാനെ ഈ ഗുരുവായൂരപ്പന് ശക്തിയില്ല, ശക്തി ഉണ്ടെങ്കിൽ ആ ഭട്ടതിരിപ്പാട് ഇങ്ങനെ വലയുമോ?
ഭട്ടതിരിപ്പാട് നാരായണമാകുന്ന പുഷ്പങ്ങൾ അങ്ങനെ സമർപ്പിച്ചുകൊണ്ടിരിക്കുകയില്ലേ, എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അതുകൊണ്ട് ഭഗവാനെ, എൻ്റെ രോഗം മാറ്റിയില്ല എങ്കിൽ അങ്ങേക്ക് പേരുദോഷം ഉണ്ടാകും. അപ്പം ഞാൻ മുഖാന്തരം ഭഗവാനെ അങ്ങേക്ക് ഒരു പേരുദോഷം, ഒരു ദുഷ്പേരുണ്ടാകരുത്. അതിനു വേണ്ടിയെങ്കിലും എൻ്റെ രോഗത്തെ ഒന്ന് മാറ്റിത്താ കൃഷ്ണ. ഇതാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഭട്ടതിരിപ്പാട് കൃഷ്ണനെ അങ്ങ് പ്രതിക്കൂട്ടി കയറ്റുകയാണ്. കൃഷ്ണൻ്റെ അടുത്ത് പറയുക, എനിക്ക് വേണ്ടിയൊന്നുമല്ല. അങ്ങനെ പരിഭവം പറയുകയാണ്, എനിക്ക് വേണ്ടിയൊന്നുമല്ല, അങ്ങേക്ക് വേണ്ടിയാ പറയുന്നത്. എൻ്റെ രോഗം മാറ്റിയില്ലെങ്കിൽ ആളുകൾ എല്ലാവരും കൂടെ അങ്ങയെ കുറ്റപ്പെടുത്തത്തുള്ളൂ, എനിക്കൊന്നുമില്ല. അങ്ങേക്കൊരു മോശപ്പേരാകും, ഭക്തന്മാരെ സംരക്ഷിക്കുന്നില്ല, ഭക്തവത്സലൻ എന്ന് പറയുന്നത് വെറുതെയാണ്. കണ്ടില്ലേ ഭക്തന്മാർ കിടന്ന് വലയുന്നത്, ഭക്തന്മാരല്ലാത്തവർ സുഖിക്കുന്നത്. അതുകൊണ്ട് കൃഷ്ണ, ഗുരുവായൂരപ്പ, പേരുദോഷം ഉണ്ടാകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എന്തു ചെയ്യുക? എൻ്റെ വാദരോഗം മാറ്റിത്തരിക. ഇനി നമുക്ക് നാലാമത്തതും അവസാനത്തതുമായ വരി നമുക്ക് നോക്കാം. എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഭവത് ഭക്തോത്തംസം ജഡതി കുരു മാം കംസദമന. ഭവത് അങ്ങയുടെ, ഭക്തോത്തംസം ഉത്തമ ഭക്തനായിട്ട്, ചടിതി പെട്ടെന്ന്, കുരു തീർക്കണേ, മാം എൻ്റെ, കംസമദന കംസനെ കൊന്നവനെ. അപ്പൊ അല്ലയോ കംസനെ കൊന്ന ഭഗവാനെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അല്ലയോ കംസനെ കൊന്ന ഭഗവാനെ, എത്രയും പെട്ടെന്ന് എൻ്റെ രോഗം മാറ്റുകയും അങ്ങയുടെ ഭക്തന്മാരിൽ ഉത്തമനാക്കി മാറ്റുകയും വേണമേ. അപ്പൊ രണ്ട് ആവശ്യങ്ങളാണ് ഭട്ടതിരിപ്പാട് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, എൻ്റെ രോഗം മാറ്റണം. രണ്ട്, എൻ്റെ ഭക്തി വർദ്ധിപ്പിച്ച് അങ്ങയുടെ ഭക്തന്മാരിൽ ഒന്നാമനാക്കി എന്നെ മാറ്റണേ ഭഗവാനെ എന്നാണ്. കാരണം ഇന്ന് ഞാൻ ഉത്തമ ഭക്തനല്ല എന്ന് ഭട്ടതിരിപ്പാട് സമ്മതിക്കുന്നു. എന്തുകൊണ്ട്? വേദന കൊണ്ട് പുളയുമ്പോൾ ഭഗവാന്റെ അടുത്ത് പോലും കുറ്റങ്ങൾ പറയാൻ തുടങ്ങി ഭട്ടതിരിപ്പാട്. ഭഗവാനെ, ഒരു ഭക്തിയും ഇല്ലാത്തവനും സുഖിക്കുമ്പോൾ ഞാൻ കണ്ടില്ലേ കഷ്ടപ്പെടുന്നു, ഭഗവാന് ദുഷ്പേര് വരെ ഉണ്ടാകുമെന്ന് പറഞ്ഞു പോവുകയാണ് ഭട്ടതിരിപ്പാട്. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയുന്നു, ഞാൻ ഇപ്പോൾ ഉത്തമ ഭക്തനല്ല. അസുഖം കൊണ്ട് വലയുന്ന ഒരു മനുഷ്യനും ഉത്തമ ഭക്തനാകാൻ കഴിയില്ല. ഇപ്പം നമ്മൾ രോഗങ്ങൾ കൊണ്ട് വലയുകയാണ്, നമുക്ക് അനങ്ങാൻ വയ്യ. ഈ സമയത്ത് നമുക്ക് എങ്ങനെയാണ് ഭക്തി പ്രകടിപ്പിക്കാൻ കഴിയുന്നത്? ആരോഗ്യമുള്ള ഒരു ശരീരം ഉണ്ടാകണം. അതേ കണക്ക് ദുഃഖങ്ങളില്ലാത്ത ഒരു മനസ്സും ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ഭക്തി ഉറപ്പിക്കാനായിട്ട് കഴിയൂ. അതുകൊണ്ട് കൃഷ്ണ, എൻ്റെ രോഗം മാറ്റി യാതൊരു വേദനകളുമില്ലാതെ അങ്ങയെ ഭജിക്കാനുള്ള അവസരം തരണേ എന്നാണ് പറയുന്നത്. അപ്പൊ ശരിക്കും ഭട്ടതിരിപ്പാട് ഈ കവിതയിൽ ഒരു വലിയ സത്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? ലോകത്ത് ഏതൊരു മനുഷ്യനുമായിക്കൊള്ളട്ടെ, രോഗം കൊണ്ട് വലയുമ്പോൾ ഭഗവാനെ ഭജിക്കാൻ സാധ്യമല്ല. ഇപ്പൊ നമുക്ക് കഠിനമായ ശരീരവേദന, ഭയങ്കരമായ പനി, ഈ സമയത്തൊക്കെ നമുക്ക് എങ്ങനെയാണ് ഭഗവാനെ ഭജിക്കാൻ കഴിയുന്നത്? ഭട്ടതിരിപ്പാട് വാതരോഗം കൊണ്ട് ശരീരം ഇങ്ങനെ കോച്ചി വലിക്കുകയാണ്. വേദന ഒന്നും വേണ്ട, നമ്മുടെ കൈകാലുകൾ ഇങ്ങനെ ഒന്ന് കോച്ചി വലിച്ചാൽ മതിയല്ലോ. അപ്പം നമ്മൾ ആ വേദന തടവി മാറ്റാനല്ലേ ശ്രമിക്കണത്. മസിൽ കയറി പിടിക്കുന്ന അവസരം, ഈ കൊച്ചു കാര്യത്തിൽ പോലും നമുക്ക് ആ സമയത്ത് ഭഗവാനെ ഭജിക്കാൻ പറ്റില്ല. അപ്പോൾ ഭഗവാനെ, ഭട്ടതിരിപ്പാട് പറയുകയാണ്, ഞങ്ങളൊക്കെ സാധാരണ മനുഷ്യരാണ് ഭഗവാനെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം സാധാരണ മനുഷ്യരായ ഞങ്ങൾക്ക് അങ്ങയെ ഭജിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. പക്ഷേ ഞങ്ങളാരും ഉയർന്ന നിലവാരത്തിലുള്ളവരല്ല.
അതുകൊണ്ട് തന്നെ കൃഷ്ണ ഗുരുവായൂരപ്പ അങ്ങയുടെ ഭക്തന്മാരെ രോഗം കൊണ്ട് വലയ്ക്കല്ലേ ഭഗവാനെ. രോഗം വരുമ്പം ഞങ്ങൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കാൻ കഴിയും, എങ്ങനെ അങ്ങയിൽ മനസ്സുറപ്പിക്കാൻ കഴിയും? അതുകൊണ്ട് നമുക്ക് ഭട്ടതിരിപ്പാടിനെ പോലെ ആ പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ഞാനിപ്പോൾ പറയുമ്പോൾ നിങ്ങളും കൂടെ പറഞ്ഞോളൂ, എല്ലാവരും അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞോളൂ. ഭഗവാനേ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ രാധാവല്ലഭ എനിക്കും എൻ്റെ കുടുംബത്തിനും, ഓരോരുത്തരും അങ്ങനെ പറഞ്ഞാൽ മതി, എനിക്കും എൻ്റെ കുടുംബത്തിനും ഞങ്ങളെ ഓരോ അംഗങ്ങൾക്കും രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കണേ ഭഗവാനേ. ഞങ്ങൾക്ക് മനസ്സമാധാനമുണ്ടാകാൻ ഭഗവാനേ ആരോഗ്യമുള്ള ശരീരം തരണേ. ജീവിക്കാൻ ആവശ്യമായ ധനം തരണേ കൃഷ്ണ. ഗുരുവായൂരപ്പ രാധാവല്ലഭ ആ കാൽക്കൽ ഞാനും എൻ്റെ കുടുംബവും അഭയം പ്രാപിക്കുന്നു. ആ കാൽക്കൽ ഞാനും എൻ്റെ കുടുംബവും അഭയം പ്രാപിക്കുന്നു. രക്ഷിക്കണേ രക്ഷിക്കണേ ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ രാധാവല്ലഭ രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രസേശ്വരി രാധികായേ സ്വാഹ.